കുവൈത്ത് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബുദായ് ഏവിയേഷൻ ഗ്രൂപ്പ് ട്രാവൽ മാർക്കറ്റ് സംഘടിപ്പിക്കുന്നു. 360 മാളുകളിലായി നടക്കുന്ന മേള ഈ മാസം 9-10 തീയതികളിലാണ് നടക്കുന്നത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിമാന കമ്പനികളും 5 രാജ്യങ്ങളിലെ ഔദ്യോഗിക ടൂറിസം വകുപ്പുകളും രാജ്യാന്തര ഹോട്ടലുകളും പ്രദർശനമേളയിൽ പങ്കെടുക്കും. കുവൈറ്റ് സെൻട്രൽ ബാങ്ക് കറൻസി പരിഷ്കരണത്തിനൊരുങ്ങുന്നു. നിലവിലെ നോട്ടുകൾക്ക് പകരം കൂടുതൽ ആകർഷകവും മുഷിയാത്തതുമായ സെമി പ്ലാസ്റ്റിക് കറൻസികൾ ജൂൺ അവസാനത്തോടെ പുറത്തിറങ്ങും. 1, 5, 10, 20 ദിനാർ നോട്ടുകളായിരിക്കും പരിഷ്കരിക്കുക. റമളാൻ മുതൽ നോട്ടുകൾ ബാങ്കിലെത്തി തുടങ്ങും. പ്രമുഖ നോട്ട് നിർമ്മാതാക്കളായ ഡീലർ ഓഫ് സെൻട്രൽ ബാങ്ക് ഇത് സംബന്ധിച്ച കരാർ നൽകി. കുവൈത്തിൽ പ്രധാന ഉല്ലാസ പാർക്കായ എന്റർടൈൻമെന്റ് സിറ്റി കുവൈത്തിലാദ്യമായി 70 ഫാന്റസി സിനിമാ തിയേറ്റർ അവതരിപ്പിച്ചു. 15 കാറുകളടങ്ങുന്ന ബമ്പർ കാർ റേസും സന്ദർശകർക്ക് പുതുമയുള്ള അനുഭവമായിരിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വേനൽ പ്രമാണിച്ച് പാർക്കിന്റെ പ്രവൃത്തി സമയങ്ങളിൽ മാറ്റം വരുത്തിയതായും അധികൃതർ അറിയിച്ചു. പുതുക്കിയ സമയപ്രകാരം ഇന്നു മുതൽ ദിവസവും വൈകിട്ട് 5 മണി മുതൽ പുലർച്ചെ 1 മണി വരെയാണ് സന്ദർശകരെ അനുവദിക്കുന്നത്. തിങ്കളാഴ്ച സ്ത്രീകൾക്ക് മാത്രമേ പ്രവേശനം അനുവദിക്കുകയുള്ളൂ. അൽമനാമ ഹൈപ്പർ മാർക്കറ്റ്സ് ആൻഡ് സൂപ്പർ മാർക്കറ്റ് സംഘടിപ്പിച്ച ഫോർഡ് എഡ്ജ് ഗ്രാൻഡ് റാഫിൾ ഡ്രോ വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു. 70 ദിവസം നീണ്ടുനിന്ന റാഫിൾ ഡ്രോ പ്രൊമോഷൻ അജ്മാനിലെ 5 അൽമനാമ ഔട്ട്ലെറ്റുകളിലാണ് സംഘടിപ്പിച്ചത്. ഏപ്രിൽ 10 നടന്ന റാഫിൾ ഡ്രോ നറുക്കെടുപ്പിൽ വിജയിയായ ശ്രീലങ്കൻ സ്വദേശി ഹേമമാലയ്ക്ക് അജ്മാനിൽ നടന്ന ചടങ്ങിൽ ഗ്രാൻഡ് പ്രൈസായ ഫോർഡ് എഡ്ജ് സമ്മാനിച്ചു. അൽമനാമ ഗ്രൂപ്പ് MD ബഷീർ ചടങ്ങിന് നേതൃത്വം നൽകി. ഭാവിയിൽ ഉപഭോക്താക്കൾക്കുള്ള പ്രത്യേക ആനുകൂല്യങ്ങൾ ഉറപ്പുവരുത്തുന്ന പ്ലാനുകൾ തയ്യാറാക്കുമെന്ന് അൽമനാമ ഓപ്പറേഷൻസ് മാനേജർ അൻവർ താജുദ്ദീൻ പറഞ്ഞു. 8 ഷോപ്പുകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു. അതിനകത്ത് നിന്ന് വിന്നർക്കാണ് ഇപ്പോൾ നമ്മൾ ഒരു ശ്രീലങ്കൻ ഹേമമാലിനി എന്നുള്ള ലേഡിക്ക് കൊടുത്തത്. ഇനിയും ഫ്യൂച്ചറിൽ ഞങ്ങൾ പരിപാടികൾ പ്ലാൻ ചെയ്യാൻ മറ്റുള്ള എമിറേറ്റ്സിലും കൂടെ പ്ലാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ദ്രജാലത്തിന്റെ അപാര സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് ലോകത്താദ്യമായി നിർമ്മിക്കുന്ന മാന്ത്രിക കൊട്ടാരം ഒക്ടോബറിൽ തിരുവനന്തപുരത്ത് മിഴിതുറക്കും. മാജിക് എന്ന കലാരൂപത്തെ കൂടുതൽ ജനകീയമാക്കി അതിലൂടെ ഇന്ത്യൻ ജാലവിദ്യയുടെ വളർച്ച ലക്ഷ്യമിട്ടുകൊണ്ടാണ് മാജിക് പ്ലാനറ്റ് പ്രവർത്തിക്കുകയെന്ന് എക്സിക്യൂട്ടീവ് ഡയറക്ടർ പ്രമുഖ മജീഷ്യനുമായ ഗോപിനാഥ് മുതുകാട് ദുബൈയിൽ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. ഇന്ദ്രജാലമെന്ന പാരമ്പര്യ കലാരൂപത്തെ കൂടുതൽ ജനകീയമാക്കി അതിലൂടെ ഇന്ത്യൻ ജാലവിദ്യകളുടെ വളർച്ച ലക്ഷ്യമിട്ടുകൊണ്ടാണ് മാജിക് പ്ലാനറ്റ് പ്രവർത്തനം ആരംഭിക്കുന്നത്. ഇതിനു പുറമെ ഇന്ത്യൻ പാരമ്പര്യ ജാലവിദ്യയുടെ നെടുന്തൂണുകൾ എന്ന് വിശേഷിപ്പിക്കുന്ന തെരുവു മാന്ത്രികരെ സംരക്ഷിക്കുന്നതിനു വേണ്ടിയുള്ള ഒരു വലിയ കൂട്ടായ ശ്രമം കൂടിയാണ് മാജിക് പ്ലാനറ്റ് എന്ന് പ്രമുഖ മജീഷ്യൻ ഗോപിനാഥ് മുതുകാട് പത്രസമ്മേളനത്തിൽ പറഞ്ഞു. യാതൊരു സാങ്കേതിക വിദ്യയുടെയും തുണയില്ലാതെ വെറും പച്ചയായ ജീവിത സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് തെരുവിൽ നിന്ന് തെരുവിലേക്ക് ജാലവിദ്യകൾ അവതരിപ്പിക്കുന്ന ഇവർ ഇന്ന് വളരെ കുറവാണ്. അന്യം നിന്നുപോയേക്കാവുന്ന ഈ ജാലവിദ്യക്കാരെ സംരക്ഷിച്ചു നിർത്തുകയും ഇവരെ പുനരധിവസിപ്പിക്കുന്നതിനുമായുള്ള തീവ്രശ്രമത്തിന്റെ ഭാഗമായി മാജിക് പ്ലാനറ്റിൽ തെരുവു ജാലവിദ്യാ കോർണർ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ലോകപ്രശസ്ത ഇന്ദ്രജാലക്കാരനും രക്ഷപ്പെടൽ ജാലവിദ്യയുടെ ഉപജ്ഞാതാവുമായ ഹാരി ഹൂഡിനിയോടുള്ള ആദരസൂചകമായി ഹാരി എന്ന കണ്ണട വെച്ച കുട്ടിപ്പയ്യനാണ് മാജിക് പ്ലാനറ്റിന്റെ ഭാഗ്യചിഹ്നമായി ആവിഷ്കരിച്ചിരിക്കുന്നത്. സാധാരണക്കാർക്ക് അപ്രാപ്യമായിരുന്ന മാജിക് എന്ന കലാരൂപത്തെ ജനകീയമാക്കാൻ മുന്നിട്ടിറങ്ങിയ ഏഷ്യയിലെ ആദ്യത്തെ മാജിക് പഠന കേന്ദ്രം എന്ന ഖ്യാതി നേടിയ ദി അക്കാദമി ഓഫ് മാജിക്കൽ സയൻസിന്റെ ചിന്തയിൽ നിന്നാണ് മാജിക് പ്ലാനറ്റ് എന്ന ആശയം ഉണ്ടായത്. ഇന്നത്തെ കുട്ടികൾ ഭാവിയുടെ ഐൻസ്റ്റീൻ എന്ന മുദ്രാവാക്യവുമായിട്ടാണ് മാജിക് പ്ലാനറ്റ് പൊതുജനങ്ങൾക്ക് മുന്നിലെത്തുന്നത്. കുട്ടികളുടെ ഇഷ്ടവിഷയങ്ങളായ ഗണിതം, ശാസ്ത്രം, സാഹിത്യം എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന മാന്ത്രികത നേരിട്ട് അനുഭവിച്ചറിയാനും പഠിക്കുവാനും മാജിക് പ്ലാനറ്റ് അവസരമൊരുക്കും. പുറമെ മെന്റലിസം, ക്ലോസപ്പ് ജാലവിദ്യ, ഇല്യൂഷൻ എന്നിങ്ങനെയുള്ള മാജിക്കിന്റെ വിവിധ വിഭാഗങ്ങളും മാജിക് പ്ലാനറ്റിന്റെ സവിശേഷതയാണ്. സാഹിത്യത്തിലെ മാന്ത്രികത വെളിവാക്കുന്ന വില്യം ഷേക്സ്പിയറിന്റെ ദി ടെമ്പസ്റ്റ് എന്ന നാടകത്തിന്റെ മാന്ത്രിക പുനരവതരണവും മാജിക് പ്ലാനറ്റിന്റെ മുഖ്യ ആകർഷങ്ങളിലൊന്നാണ്. സാഹിത്യത്തിന്റെ സൗന്ദര്യവും ആകർഷണീയതയും കുട്ടികൾക്ക് മനസ്സിലാകാനുതകും വിധത്തിലാണ് ഇതിന്റെ രൂപകൽപ്പന. 15 കോടിയോളം രൂപയാണ് പദ്ധതിയുടെ മൊത്തം ചെലവ്. വാണിജ്യ താൽപ്പര്യമില്ലാതെ ആരംഭിക്കുന്ന ഈ സംരംഭത്തിന് പ്രവാസ ലോകത്തു നിന്നുള്ള സാമ്പത്തിക പിന്തുണ അനിവാര്യമാണെന്നും വലിയ തോതിൽ അത് പ്രതീക്ഷിക്കുന്നുണ്ടെന്നും എക്സിക്യൂട്ടീവ് ഡയറക്ടർ മജീഷ്യൻ ഗോപിനാഥ് മുതുകാട് പറഞ്ഞു. ഗോൾഡൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ മുഹമ്മദ് സമീർ, കൗല ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് അഡ്മിനിസ്ട്രേഷൻ മാനേജർ അൽത്താഫ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.
മീഡിയ 1 ദുബായ്. ടി.പി. ചന്ദ്രശേഖരൻ രണ്ടാം ചരമവാർഷികത്തോടനുബന്ധിച്ച് ഓർക്കാട്ടേരിയിൽ നടന്ന റാലി ആർ.എം.പിയുടെ ശക്തി പ്രകടനമായി. ഓർക്കാട്ടേരിയിൽ നിന്നും ചുറ്റുപ്രദേശങ്ങളിൽ നിന്നുമായി നൂറുകണക്കിന് പേർ റാലിയിൽ പങ്കെടുത്തു. റാലിക്ക് ശേഷം നടന്ന ടി.പി. അനുസ്മരണ സമ്മേളനം അപ്പുകുട്ടൻ വള്ളിക്കുന്ന് ഉദ്ഘാടനം ചെയ്തു. ഒഞ്ചിയം സമരാംഗം പുറവിൽ കണ്ണൻ ടി.പി. സ്മാരക മന്ദിരത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ചു. തമിഴ്നാട് മാർക്സിസ്റ്റ് പാർട്ടി സെക്രട്ടറി പ്രഭാകരൻ, കെ.സി. ഉമേഷ് ബാബു തുടങ്ങിയവർ പങ്കെടുത്തു. വേറെ ആരുമല്ല. ഈ വേദിയിൽ അധ്യക്ഷത വഹിക്കുന്നതിന് വേണ്ടി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ടി.പി.യെ രാഷ്ട്രീയ പാർട്ടികൾ മറന്നോ? ഈ വിഷയം ഇന്ന് ന്യൂസ് 1 മിഡിൽ ഈസ്റ്റ് പരിശോധിക്കുന്നു. ഇന്ന് നമ്മോടൊപ്പം ടി.പി.യുടെ സഹോദരൻ ടി.പി. ദിനേശൻ, അദ്ദേഹം ഷാർജയിൽ നിന്ന് ടെലിഫോൺ വഴി ഈ ചർച്ചയിൽ പങ്കെടുക്കും. നവോദയയുടെ ജിദ്ദയിലെ പ്രതിനിധി വിനീഷ് കെ വിജയൻ, അദ്ദേഹം ടെലിഫോൺ ലൈനിലുണ്ടാവും. ഒപ്പം മാധ്യമപ്രവർത്തകൻ ഷാനവാസ് ഖത്തറിൽ നിന്ന് സ്കൈപ്പ് വഴി ചർച്ചയിൽ പങ്കെടുക്കും. OICC പ്രതിനിധി കെ.സി. അബൂബക്കർ ഈ ചർച്ചയിൽ പങ്കെടുക്കും. ആദ്യം ഷാനവാസിലേക്ക്. ശ്രീ ഷാനവാസ്, ഒരുപക്ഷെ തിരഞ്ഞെടുപ്പിന് മുമ്പ് അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് വരെ വലിയ ചർച്ചാ വിഷയമായതാണ് ടി.പി. ചന്ദ്രശേഖരന്റെ മരണവും ടി.പി. ഉയർത്തിയ രാഷ്ട്രീയവുമെല്ലാം. പക്ഷേ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ടി.പി. ചന്ദ്രശേഖരന്റെ പേരോ അത് സംബന്ധമായിട്ടുള്ള ഒരു വിഷയങ്ങളോ ഒരു രാഷ്ട്രീയ പാർട്ടികളും അവരുടെ പ്രസംഗങ്ങളിലോ അല്ലെങ്കിൽ പ്രവർത്തനങ്ങളിലോ സൂചിപ്പിച്ചു കണ്ടില്ല. വെറും രാഷ്ട്രീയ തിരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രമുള്ള ഒരു ഉപകരണമായി മാറുകയായിരുന്നു ടി.പി.യുടെ രക്തസാക്ഷിത്വം. ആ നിരീക്ഷണം വളരെ ശരിയാണെന്നാണ് എൻ്റെ അഭിപ്രായം. യഥാർത്ഥത്തില് സഖാവ് ടി.പി. ചന്ദ്രശേഖരൻ വധിക്കപ്പെട്ട ഉടനെ അന്വേഷണം വഴിതെറ്റിക്കുന്ന രീതിയിൽ പലതരത്തിലുള്ള അഭ്യൂഹങ്ങളും പ്രചാരണങ്ങളും ഉയർന്നിരുന്നു. അതിലൊന്നായിരുന്നു നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പിന് UDF-ന് ജയിക്കാൻ വേണ്ടി UDF ആസൂത്രണം ചെയ്തതാണ് ഈ കൊലപാതകം എന്നത്. PC ജോർജാണ് ഇതിന്റെ ആസൂത്രകൻ എന്ന രീതിയിൽ പോലും CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി P. ജയരാജൻ മാധ്യമപ്രവർത്തകരോട് പറയുകയുണ്ടായി. യഥാർത്ഥത്തിൽ അങ്ങനെ ആയിരുന്നില്ലെങ്കിൽ പോലും നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പിലടക്കം UDF ടി.പി. ചന്ദ്രശേഖരന്റെ കൊലപാതകത്തിന്റെ ഗുണഭോക്താക്കളാകുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ആ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ വടകര, കോഴിക്കോട്, കണ്ണൂർ മണ്ഡലങ്ങളിലടക്കം എങ്കിലും UDF ശക്തമായ പ്രചരണം ടി.പി.യുടെ പേരിൽ നടത്തിയിരുന്നു. എന്നാൽ അന്വേഷണം, കേസിന്റെ വിധി വന്നപ്പോൾ അന്വേഷണത്തിൽ ഈ ആത്മാർത്ഥത UDF സർക്കാരോ കാണിച്ചില്ലെന്നതാണ് കാണാൻ കഴിഞ്ഞത്. അതുപോലെ അതിനുശേഷം CBI അന്വേഷണം. ഞാൻ താങ്കളേക്ക് തിരിച്ചു വരാം. ഇപ്പോൾ ടി.പി. ചന്ദ്രശേഖരന്റെ സഹോദരൻ ടി.പി. ദിനേശൻ, അദ്ദേഹം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ദിനേശൻ, ഒരുപക്ഷെ കേരള രാഷ്ട്രീയം ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ് ടി.പി. ചന്ദ്രശേഖരന്റെ കൊലപാതകം. തിരഞ്ഞെടുപ്പ് സമയത്ത് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ചർച്ചയായ വിഷയവും അതുതന്നെയാണ്. പക്ഷേ തിരഞ്ഞെടുപ്പിന് ശേഷം ടി.പി. ചന്ദ്രശേഖരന്റെ പേരോ അല്ലെങ്കിൽ അദ്ദേഹം മുന്നോട്ട് വെച്ച രാഷ്ട്രീയമോ ഒരു രാഷ്ട്രീയ പാർട്ടിയും ചർച്ച ചെയ്ത് കാണുന്നില്ല. പ്രത്യേകിച്ച് ടി.പി. ചന്ദ്രശേഖരന്റെ രണ്ടാം രക്തസാക്ഷിത്വ ദിനമായ ഇന്നുപോലും അത്തരത്തിലുള്ള ഒരു പ്രാധാന്യം ഒരു രാഷ്ട്രീയ പാർട്ടിയും കൊടുത്തിട്ടില്ല. തിരഞ്ഞെടുപ്പ് സമയത്ത് തങ്ങളുടെ ലാഭത്തിന് വേണ്ടി അല്ലെങ്കിൽ നേട്ടത്തിന് വേണ്ടി ഉപയോഗിക്കുകയായിരുന്നു ടി.പി. ഉയർത്തിയ ആശയങ്ങളെ, അദ്ദേഹത്തിന്റെ രക്തസാക്ഷിത്വത്തെ. ഒരു കാര്യം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് വെച്ചാൽ, നമ്മൾ നിലവിലുള്ള രാഷ്ട്രീയ സംവിധാനത്തിന്റെ അപജയം വളരെ വ്യക്തമാണ്. സാധാരണ ജനത്തിനോ അല്ലെങ്കിൽ സാധാരണക്കാരനോ ഒരു ഗുണവും ചെയ്യാത്ത രീതിയിലുള്ള നീക്കമാണ് എല്ലാ പാർട്ടികളും നടത്തുന്നതെന്നാണ്. അതായത് പ്രത്യേകിച്ച് മുൻനിരയിലുള്ള UDF LDF നടത്തുന്നത്. അതിൽ LDF ചെയ്ത അതിന്റെ ഒരു ക്രൂര മുഖം നമ്മൾ 2 കൊല്ലം മുമ്പേ കണ്ടതാണ്. അതിന്റെ വേദന അനുഭവിക്കുന്നതും ഏറ്റവും തീരാത്ത ഒരു വേദന ഓരോ കൊല്ലം കൂടുമ്പോഴും കൂടി വരുന്നത് ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ദിവസം എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തീരാ നഷ്ടം ഉണ്ടായ ഒരു ദിവസം കൂടിയാണ്. പക്ഷെ ഈ കാര്യം പറയുമ്പോൾ ചന്ദ്രശേഖരൻ അല്ലെങ്കിൽ എന്റെ ജ്യേഷ്ഠൻ അല്ലെങ്കിൽ സഖാവ് ടി.പി. മുന്നോട്ട് വെച്ച രാഷ്ട്രീയത്തിന്റെ പ്രസക്തി ഓരോ നിമിഷവും കൂടി വരികയാണ്. അത് കൃത്യമായിട്ട് സാധാരണ ജനങ്ങളും അതുപോലെ നമ്മളെ രാഷ്ട്രീയത്തെ കൃത്യമായ ദിശയിൽ നോക്കിക്കാണുന്ന മുഴുവൻ ജനങ്ങളും അത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പം പ്രത്യേകിച്ച് ഇലക്ഷൻ കാര്യത്തിൽ അല്ലെങ്കിൽ ഇലക്ഷനിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വളരെ വൃത്തികെട്ട രീതിയിലുള്ള അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ ഓരോ ദിവസവും നമ്മൾ ആൾക്കാർ മനസ്സിലാക്കുന്ന അവസ്ഥയിലും എത്തിയിട്ടുണ്ട്. ഇതിന്റെ കാരണം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായ ഒരു രാഷ്ട്രീയ സംവിധാനമോ അല്ലെങ്കിൽ ആശയോ മുറുകി പിടിക്കാൻ ഒരു മുൻനിര പാർട്ടിക്കും ഇപ്പോൾ അവകാശപ്പെടാനില്ല. അതുകൊണ്ട് തന്നെയാണ് ചന്ദ്രശേഖരൻ തീർച്ചയായും വലിയൊരു
ഒരു ജീവിതം കൊടുത്തിട്ട് കെട്ടിപ്പടുത്ത പാർട്ടിയിൽ നിന്ന് മാറി നിന്നിട്ട് ഒരു കാര്യം മുന്നോട്ട് വെച്ചതും അത് കൃത്യമായി ജനങ്ങൾ ഏറ്റെടുത്തതും ഇന്നും കേരള ജനത അത് കണ്ടതാണ്, എങ്ങനെയാണ് ചന്ദ്രശേഖരൻ ജനങ്ങളുടെ മുമ്പിൽ ജീവിക്കുന്നതെന്നുള്ളത്. ഇതിന്റെ ഒരു പ്രാധാന്യം നമ്മൾ അനുദിനം ചർച്ച ചെയ്തതാണ്. കൊലപാതകവും അതിന് നേരിട്ട് എന്താ പറയാ കൃത്യമായ അന്വേഷണവും ഏത് ദിശയിൽ നീങ്ങുന്നു എന്നുള്ളത് താങ്കൾ സൂചിപ്പിച്ചതുപോലെ ടി പി ചന്ദ്രശേഖരൻ ഉയർത്തിയ രാഷ്ട്രീയം ഒരുപക്ഷെ കൊലപാതക രാഷ്ട്രീയത്തിൽ അറുതി വരുത്തുക, ഒപ്പം CPM പോലുള്ള വലിയ പാർട്ടിക്കകത്തെ വലിയ അഴിമതികളും അതുപോലെയുള്ള കാര്യങ്ങളും തുറന്നു കാട്ടുക, ഇതൊക്കെയായിരുന്നു ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതകത്തിലൂടെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ രക്തസാക്ഷിത്വത്തിലൂടെ കേരള രാഷ്ട്രീയം ചർച്ച ചെയ്തത്. തിരഞ്ഞെടുപ്പ് സമയത്ത് പ്രത്യേകിച്ച് അത് വലിയ രീതിയിൽ ചർച്ചയാവുകയും ചെയ്തു. അതിനുശേഷം അത്തരത്തിലുള്ള ഒരു ചർച്ച ഉണ്ടായിട്ടില്ല. അതാണ് ഇന്ന് ഞാൻ നേരത്തെ താങ്കളോട് സൂചിപ്പിച്ചത്. ഒരുപക്ഷെ കോൺഗ്രസ് ഏറ്റവും വലിയ രാഷ്ട്രീയ ആയുധമായി ഈ തെരഞ്ഞെടുപ്പിൽ ഉയർത്തിക്കാട്ടിയത് ടി പി ചന്ദ്രശേഖരൻ വധമായിരുന്നു. ആ കോൺഗ്രസ് പോലും തിരഞ്ഞെടുപ്പിന് ശേഷം ടി പി ചന്ദ്രശേഖരനെ മറന്ന രീതിയിലല്ലേ ഇപ്പോഴത്തെ പ്രവർത്തനങ്ങൾ പോകുന്നത്? ഒരുപക്ഷെ ജനങ്ങളെ മുമ്പിൽ മീഡിയ അല്ലെങ്കിൽ നമ്മളെ എന്താ പറയാ വാർത്താവിനിമയ രംഗം അവതരിപ്പിച്ചത് UDF-ന് ഏത് രീതിയിൽ ഗുണകരമാവുന്നു അല്ലെങ്കിൽ LDF-ന് ഏത് രീതിയിൽ ഒരു വിപരീത ഫലം ഉണ്ടാക്കുന്നു എന്ന രീതിയിൽ ആയതുകൊണ്ടാണ് ഇപ്പോഴും നിങ്ങളെ ഈ ചോദ്യം ഇങ്ങനെയും പ്രസക്തമാകുന്നത്. പക്ഷെ സംഭവം എന്ന് പറയുന്നത് കൃത്യമായി പരിശോധിച്ചു കഴിഞ്ഞാൽ, രാഷ്ട്രീയം പരിശോധിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് എന്താണ് ചന്ദ്രശേഖരൻ മുന്നോട്ട് വെച്ച രാഷ്ട്രീയം എന്നുള്ളത് അതൊരു തെരഞ്ഞെടുപ്പിന് മുന്നിൽ വെച്ചോ അല്ലെങ്കിൽ ഒരു അധികാരത്തിനോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യത്തിനോ വേണ്ടിയല്ല. സാധാരണ ജനങ്ങൾക്ക് കൃത്യമായിട്ട് നിയമം നിഷേധിക്കുകയും അത് ഉയർത്തിപ്പിടിക്കുക വഞ്ചനാപരമായ രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരെ CPM-നെ മുഖമടച്ചിട്ടല്ല ചന്ദ്രശേഖരൻ ആ രീതിയിൽ മുന്നോട്ട് വന്നത്. അതിന്റെ നേതൃത്വത്തിൽ ഉണ്ടായിരിക്കുന്ന കൃത്യമായ വീഴ്ചകൾ അത് മുന്നോട്ട് പറഞ്ഞു എന്നുള്ളതാണ്. അല്ലാതെ CPM അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരൻ മുന്നോട്ട് കൊണ്ടുവരുന്ന ആശയങ്ങൾക്കെതിരെയല്ല. അതായത് അത് ആശയം മുന്നോട്ട് പറയുന്ന ആൾക്കാരുടെ കൃത്യമായ നിലപാടുള്ള വ്യതിയാനം, അതായത് വലതു വ്യതിയാനം, വലതുഭാഗത്തേക്കുള്ള നീക്കം, അതാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അല്ലാതെ അതിനെതിരെയായിട്ടല്ല. പക്ഷെ തെറ്റിദ്ധരിക്കപ്പെടുകയും CPM-ന് കാലാകാലം തീർക്കാൻ പറ്റാത്ത ഒരു അപകടം അവർ തന്നെ ഉണ്ടാക്കി വെക്കുകയാണ് നടന്നത്. ഈ രാഷ്ട്രീയം ചന്ദ്രശേഖരൻ മുന്നോട്ട് വെച്ച രാഷ്ട്രീയം അനുദിനം ജനങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വന്നില്ല എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ഇന്ന് വോട്ട് ചെയ്ത അല്ല കഴിഞ്ഞ വോട്ട് ചെയ്ത എല്ലാ ജനങ്ങളിലും, അത് പ്രത്യേകിച്ച് മലബാറിലെ എല്ലാ ജനങ്ങളിലും കൃത്യമായിട്ട് ചന്ദ്രശേഖരന് മുന്നോട്ട് വെച്ച രാഷ്ട്രീയം തന്നെയാണ് ശരി എന്ന് വ്യക്തമാണ്. അത് ഭൂരിപക്ഷത്തെ അളക്കാൻ വേണ്ടി അങ്ങനെ നമ്മൾ നിശ്ചയിക്കേണ്ട ഒരു താങ്കളിലേക്ക് തിരിച്ചു വരാം. ദയവായി താങ്കൾ ടെലിഫോൺ ലൈനിൽ തുടരണം എന്നറിയിക്കുന്നു. വിനീഷ് വിജയൻ, നവോദയയുടെ ജിദ്ദ പ്രതിനിധി, അദ്ദേഹമുണ്ട് ടെലിഫോൺ ലൈനിൽ. ശ്രീ വിനീഷ് കെ വിജയൻ, ഒരുപക്ഷെ ദിനേശ് സൂചിപ്പിച്ചതുപോലെ തെരഞ്ഞെടുപ്പ് സമയത്ത് അല്ലെങ്കിൽ വലിയ രീതിയിൽ ടി പി ചന്ദ്രശേഖരൻ മുന്നോട്ട് വെച്ച രാഷ്ട്രീയം, അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയങ്ങൾ, അതൊക്കെ വലിയ രീതിയിൽ ജനങ്ങൾക്കിടയിൽ ചർച്ചയായിരുന്നു. പ്രത്യേകിച്ച് വടകര മണ്ഡലത്തിൽ ചന്ദ്രശേഖരൻ ഉയർത്തിയ രാഷ്ട്രീയം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആശയം വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ട് അല്ലെങ്കിൽ ജനങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഇതില് ദിനേശൻ പറഞ്ഞ കാര്യത്തിന് തൊട്ട് മുന്നൊരു കാര്യം കൂട്ടിച്ചേർക്കാനുള്ളത്, ടി പി ചന്ദ്രശേഖരനെ മറന്നു എന്നുള്ളതാണല്ലോ വിഷയം. ഇപ്പൊ ടി പി ചന്ദ്രശേഖരൻ എങ്ങനെയാണ് അറിയപ്പെടുന്നത് എന്നുള്ളതും കൂടി ഇതിന്റെ ചെയ്യേണ്ട ഒരു വിഷയമാണ്. ടി പി ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞിട്ടുള്ള ആള് CPM-ൽ നിന്ന് പുറത്താക്കപ്പെടുന്ന സമയത്ത് CPM-ന്റെ ഏറാമല ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്നിട്ടുള്ള ആളാ. ഒരു ലോക്കൽ കമ്മിറ്റി എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ കൃത്യമായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. ഒരു ലോക്കൽ കമ്മിറ്റി എന്ന് പറയുന്നത് ഒരു പഞ്ചായത്ത് മാത്രം ഉൾപ്പെടുന്ന പ്രദേശമോ അതല്ലെങ്കിൽ ഒരു മുനിസിപ്പാലിറ്റിയിലാണെങ്കിൽ 2 or 3 ലോക്കൽ കമ്മിറ്റികൾ മുനിസിപ്പാലിറ്റി എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ഒരു പ്രദേശം. ഒരു ലോക്കൽ കമ്മിറ്റിക്ക് സാധാരണ വരുന്നത് 8-ന്റെയും 15-ന്റെയും ഇടയ്ക്ക് ബ്രാഞ്ചുകളാണ്. CPM-ന്റെ ഭരണഘടനാ പ്രകാരം ഒരു ബ്രാഞ്ചിൽ പരമാവധി വരാവുന്നത് 15 ആളുകൾ. ഈ 15 ആളുകൾ എന്ന് പറയുമ്പോൾ അപ്പൊ നമ്മൾ കണക്കൂട്ടുമ്പോൾ ഏകദേശം 200-ൽ താഴെ വരുന്ന പാർട്ടി അംഗങ്ങളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട 10 ആളുകളിൽപ്പെട്ട ഒരാളാണ് ചന്ദ്രശേഖരൻ. എന്ന് പറഞ്ഞാൽ ചന്ദ്രശേഖരൻ CPM-ൽ പ്രവർത്തിക്കുന്ന സമയത്ത് കേവലം ഒരു ലോക്കൽ കമ്മിറ്റി അംഗം മാത്രമാണ്. ഇതിന് മുന്നേ ചന്ദ്രശേഖരൻ ഉണ്ടായിരുന്ന DYFI-യുടെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി, SFI ജില്ലാ സെക്രട്ടറി എന്ന രീതിയിലാണ് ചന്ദ്രശേഖരൻ അറിയപ്പെടുന്നത്. ഈ ചന്ദ്രശേഖരനെ സാമ്പത്തിക ക്രമക്കേടുകൾ അടക്കമുള്ള കുറ്റങ്ങളുടെ, പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കി